നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുമോൾ. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞോ, കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ ഞാൻ എത്തിയത് അല്ലേ? ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. അതെ, പ്രായമായില്ലേ, കണ്ണാടി വെക്കണം. അപ്പൊ ചേട്ടൻ കണ്ണാടി വെച്ചിരുന്നില്ല? പ്രായമായതുകൊണ്ട്. ആണോ? ഞാൻ പ്രായമായിട്ടില്ല. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹലോ മിഥുന. അപ്പൊ പറഞ്ഞോണ്ട് ഇറങ്ങണം, നീ ഇവിടെ ഒന്ന് ഹലോ മിഥുന അവർ വന്നത് വിളിച്ച് പറയും. ഇപ്പൊ കൊച്ചിന്നോ കോട്ടയത്ത് നിന്ന് വന്ന് ഹലോ മിഥുന പറഞ്ഞോ, ഓക്കെ. നിന്റെ വീട് എവിടാ? എന്റെ വീട് ആര്യനാട് ചേരപ്പള്ളി. ആര്യനാട് ചേരപ്പള്ളിയിൽ 4 കിലോമീറ്റർ ഇപ്പുറത്ത് ഹലോ മിഥുന. നീ മീമാങ്ങവർ ഇവിടെ ഡെയിലി വരണത്. അതിനിപ്പോ എന്താ പ്രശ്നം? കാര്യം പറഞ്ഞു. നീ പഠിച്ചു വെച്ചത് പറ. എല്ലാവർക്കും സുഖമല്ലേ? സുഖം. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ. താമസിക്കാൻ കാരണം നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ തന്നെയാണ് കാരണം. കാരണം ഞാൻ 7:30 റെഡി ആയിട്ടിരിക്കുവോ വീട്ടില്. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ 7 മണിക്ക് വന്നു, ഡ്രസ്സ് മാറി ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ചു, ഫോണിലെത്തില്ല. പിന്നെ തങ്കച്ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. തങ്കച്ചേട്ടൻ ആണ് ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്നത്. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ നീ റോഡിൽ കൈ കാണിച്ച ഇവർക്ക് ലിഫ്റ്റ് 5000 പയ്യന്മാർ ഒന്ന് കൈ കാണിച്ച ലിഫ്റ്റ് കൊടുക്ക. അഥവാ വണ്ടി ഇല്ലെങ്കിൽ ഒന്ന് ലിഫ്റ്റ് കൊടുത്താലെന്ന് പറഞ്ഞ് ഡെയിലി വീട്ടിന്റെ ഫ്രണ്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ തങ്കച്ചേട്ടനെ വിളിച്ചപ്പോ തങ്കച്ചേട്ടൻ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചു. ചേച്ചി പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രോഗ്രാം തുടങ്ങാറായെന്ന്. അങ്ങനെ ഞാൻ പല ആൾക്കാരെയും വിളിച്ചു. അപ്പൊ എല്ലാരും ഫോൺ എടുത്തു. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ അനൂപനെ വിളിച്ചു, അഖിലേനെ വിളിച്ചു. കുട്ടി അഖിലിനെ വിളിക്കാൻ പറ്റിയില്ല, കാരണം കുട്ടിയുടെ നമ്പർ എന്റെ ഇല്ലായിരുന്നു, ചുമ്മാട്ടോ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടി അഖിലയുടെ ആങ്കർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അറിയായിരുന്നു ബിസി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ സംസാരിക്കുന്ന കൂടെ നമുക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട തങ്കച്ചേനോട് വിളിക്കാം. അതല്ലേ അതിന്റെ ശരി? വേണ്ടേ? കാരണം എന്നെ ഇത്രയും നേരത്തെ എത്തിച്ച ആ മനുഷ്യൻ ആർക്കെങ്കിലും അടി കൊടുക്കാണ്ടെങ്കിലോ ചീത്ത പറയാണ്ടെങ്കിൽ ചീത്ത കൊടുത്തോളൂ. ഇനിയിപ്പോ നിങ്ങളായി നിങ്ങളുടെ പാട. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്നെ പറ്റി എന്തെങ്കിലും പറയൂ. നാണോ? തങ്കച്ചിട്ട് വേണം നാണം. ഈ ചൈനീസ് ബാബ അല്ല ഇവിടെ എന്താ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട്. അതെ, എന്റെ അടുത്ത് ഈ ഫെസ്റ്റിന് വരാൻ പറ്റൂ, ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം, 8:30 പ്രോഗ്രാം. ഞാൻ 7:30 റെഡി ആയിട്ട് ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞ് തീർന്നിട്ട് സംസാരിച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഇന്ന് ഏതൊരു പ്രോഗ്രാമിന് ആര് വിളിച്ചാലും ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ പോട്ടെ തലേ ദിവസം സംസാരിക്കാം, അല്ലെങ്കിൽ രാവിലെങ്കിലും വിളിക്കും. പ്രോഗ്രാം ഇന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഇന്നാണ് 8:30 നീ എങ്ങനെയാ വരുന്നത്, വണ്ടി വീഴണോ, എവിടെ വരണം എന്ന് പോലും വിളിച്ച് ചോദിക്കാനുള്ള ഒരു മര്യാദ തങ്കച്ചേനില്ലായിരുന്നു. പക്ഷെ ഇതിൽ അന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവള് വിളിച്ചിട്ട് തങ്കച്ചേട്ടൻ ഫോൺ എടുത്തില്ല, തിരിച്ച് വിളിച്ചില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കൂല. കാരണം അവള് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ തങ്കച്ചേട്ടൻ വിളിക്കും. ഇല്ല, ഉറങ്ങിയാന്നുള്ള രാത്രി അമ്മ വിളിച്ചിട്ട് വിളിക്കും, മക്കളെ നീ ഉറങ്ങിയാടി. ഇല്ല, ഞാൻ ഈ പ്രോഗ്രാമിന്റെ ആർട്ടിസ്റ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യമേ അനുവിന്റെ അടുത്താണ് പറയുന്നത്. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എന്താ ഹിന്ദി സിനിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ചേട്ടാ അവിടെ സിനിമ ഉണ്ടോ, ഇവിടെ സിനിമ ഉണ്ടെന്നൊക്കെ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല. കുറച്ച് സമയം കഴിഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ ഇതിന് വല്ല ആട്ടമെല്ലാം പറഞ്ഞോട് കേട്ടാ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ വരണ്ടേ? അത് നീ വേണമെങ്കിൽ വാ, വേണമെങ്കിൽ വാങ്ങണോ പറയണ്ടേ? കുതിരയില് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നടക്കുമ്പോ ഞാനല്ലേ ഇവിടെ വരേണ്ടത്? അല്ലേ? നീ അല്ലേ ഇത് നിന്ന് നടത്തേണ്ടത്? ഇത് കഴിഞ്ഞ് ബാഗിൽ കപ്പലണ്ടി മറുത്തു കൊടുത്ത് പോപ്കോൺ കൊടുത്തിട്ട് നീ പോവാം. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. നമ്മുടെ നാട്ടുകാരിയാണെങ്കിലും നല്ല കയ്യടി കൊടുക്കുക. സംഘാടകര് എടുത്തു പറഞ്ഞതാണ്, അനുവിനെ വിളിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവള് ഷൂട്ടായിരുന്നു. ഷൂട്ട് എന്റെ അടുത്ത് വിളിച്ചു, ചേട്ടാ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഷൂട്ടൊക്കെ മാറ്റി രാവിലെ 6 മണിക്ക് വെച്ചിട്ട് നമ്മളെ പരിപാടിക്ക് ഓടിയെത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല കയ്യിൽ കൊടുക്കുക. തമാശക്ക് പറഞ്ഞതാണ് അവള് വൈകി കാര്യങ്ങളൊക്കെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഈ സമയത്താണെങ്കിൽ ഓടിയെത്താൻ മനസ്സ് കാണിച്ചത് അനുവിന് വലിയ ഈ കയ്യടി പോരാ. വരണ്ടാന്ന് പറഞ്ഞിട്ട് അവളോടെ വന്നു. കാര്യം ഇവിടുന്ന് വലിയ ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടുമെന്നാണ് അവളുടെ വിചാരം. സ്നേഹം മാത്രമേ നിങ്ങളുള്ള എന്റെ നാട്ടിൽ എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് ഈ ഒരു ലൈറ്റിൽ എനിക്ക് നിങ്ങൾ ആരും മുഖം കാണാൻ പറ്റുന്നില്ല. എനിക്ക് അറിയാവുന്ന ഹായ് ഹായ്
ഹായ്. ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ചു വന്ന വഴിക്ക് ഒരു എന്താ പറയുക പകുതി ആൾക്കാരും പോയിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, ഞാൻ കണ്ടു. എന്തായാലും ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നു. നീ വരാത്തതുകൊണ്ട് നിന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു 80 പയ്യന്മാര് പോയതാണ്. അവിടെ നിന്ന് എവിടുന്നോ നിന്റെ ചുരിദാർ കണ്ടപ്പോ തിരിച്ചു വന്നു. അല്ല, അത് ശരിക്കും സത്യമായിരിക്കും. കാരണം ഞാൻ കാറിൽ നിന്ന് വന്ന സമയത്ത് സൈഡിൽ കൂടെ പോയ പയ്യന്മാരൊക്കെ എന്ന് വിളിച്ചിട്ട് ഞാൻ ഗ്ലാസ് നോക്കിയപ്പോ അവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ചേട്ടനല്ല, വേറെ ആരോ. നടപടിയുള്ളൊരു കേസ് ഞാൻ പറയാം കേട്ടോ, എന്റെ കൂടെ വരണം. ഇങ്ങനെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അനുമോദന കൊമന്റോട്ട് ഈ പട്ടിലൊക്കെ പറക്കത്തോടത്ത് കൊണ്ടുപോയത്. അപ്പൊ അനുമോൾക്ക് വിദുര ഫെസ്റ്റിന്റെ ആദരവ്, നിനക്ക് ആദരവൊക്കെ ഉണ്ട്. ഓക്കെ, അനുമോൾക്ക് വിദുര ഫെസ്റ്റിന്റെ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് ചേട്ടനെ, അഡ്വക്കേറ്റ് ബാബുരാജ് ചേട്ടൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും സൂസായാലും സ്റ്റാർ മെജിക്കായാലും ഞാൻ ചെയ്തിട്ടുള്ള ഏത് പ്രോഗ്രാം ആയാലും ഒരു അവാർഡ് കിട്ടിയത് ഒത്തിരി സന്തോഷം. എന്തായാലും ഈ അവാർഡ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഫെസ്റ്റിന് ക്ഷണിച്ചു, നിങ്ങൾ എല്ലാവരും നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പണ്ടൊക്കെ ഞാൻ അച്ഛന്റെ കൂടെ, ഇപ്പോഴൊന്നുമല്ല, പണ്ട് അച്ഛന്റെ കൂടെ ഇതുപോലെ ഫെസ്റ്റിവലിന് വന്നിട്ടുണ്ട്. ഇവിടെ സത്യം പറ, ഏത് കൊല്ലം? അതെനിക്ക് ഓർമ്മയില്ല. ഇന്നില്ലേ ഇല്ലേ, നിങ്ങൾ ആരും എന്നെ പണ്ട് കണ്ടിട്ടുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ല്ലേ എന്റെ കളിക്കൂട്ടുകാരനോ? അയ്യോ പാവം, കണ്ണു നടന്നത് പറഞ്ഞപ്പോൾ കളിക്കൂട്ടുകാരൻ. അപ്പോഴൊക്കെ എന്താ പറയണ്ട, ഭയങ്കര ആഗ്രഹമൊന്നുമല്ല. അപ്പോഴേക്കും ഞാൻ ഇതുപോലെ സ്റ്റേജൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റേ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്ന്. പക്ഷെ അത് സാധിച്ചു. ഒരുപാട് സന്തോഷം. അതും എന്റെ നാട് തന്നെ. എന്റെ വീട് ഇവിടെ ആര്യനാട് ചേരപ്പള്ളിയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് വളരെ 10 കിലോമീറ്ററേ ഉള്ളൂ. എന്നെ തങ്കച്ചേട്ടാ പറഞ്ഞുകൊണ്ട് ഈ ജപ്പാൻ കൂർക്കയുടെ പ്രസംഗം അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. പിന്നെ അവർ ഇത്ര സമയം എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് അല്ലേ? അതെ ആണ്. അപ്പൊ കളിക്കൂട്ടുകാരൻ നീ എത്ര വായ ഉടച്ചിരിക്കണം. എനിക്ക് സംസാരിച്ച് കൊതിരുന്നില്ല, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. വൈകുന്നേരം നിനക്ക് മാത്രം സംസാരിച്ചു നിന്നാ മതിയല്ല. ശരിയാ. അപ്പൊ ഞാൻ നിർത്താണ്. അടുത്ത ഫെസ്റ്റിവലിൽ നമുക്ക് ഇനിയും എന്താ പറയട്ടെ, ഇനിയും നല്ല രീതിയിൽ പോകട്ടെ. അടുത്ത നമ്മൾ കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു, ലവ് യു. ഓക്കെ, അനുവിന് നല്ലൊരു കൈഡി. നമ്മൾ വെറുതെ ഈ തമാശക്ക് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും ഈ സമയം മാറ്റി വെച്ച് ഇവിടെ വന്ന അനുവിന് ഈ കൈഡി പോരാ, നല്ലൊരു കൈഡി കൊടുക്കണം. ഒപ്പം അനു വേദിയിൽ പോകരുത്.